السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله. وقال نبينا محمد صلى الله عليه وسلم: من كثر كلامه كثر ذنوب، ومن كثر ذنوبه مات قلبه، ومن مات قلبه دخل في النار. شفيع الورى محمد مصطفى صلى الله عليه وسلم. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي. അല്ലാഹു എനിക്ക് മാപ്പാക്കിക്കൊണ്ട് റബ്ബേ, ദുനൂബി എൻ്റെ തെറ്റുകളെ മാപ്പാക്കിക്കൊണ്ട് റബ്ബേ, യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ എനിക്ക് മാപ്പാക്കിക്കൊണ്ടല്ലോ. വിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫ് 3 വിഭാഗമാണ്. ഒന്ന് റഹ്മത്തിൻ്റെ 10, മറ്റൊന്ന് മഗ്ഫിറത്തിൻ്റെ 10, മറ്റൊന്ന് ഇത്ഖിൻ്റെ 10. മഗ്ഫിറത്തിൻ്റെ 10ലാണ് നാം ഉള്ളത്. റഹ്മത്തിൻ്റെ 10 ഇവിടെ പറഞ്ഞു പോയി. സഹോദരന്മാരെ, സഹോദരിമാരെ, മഗ്ഫിറത്തിൻ്റെ 10ലാണ് നാം ഉള്ളത്. മഗ്ഫിറത്തിനെ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകലമാന പാപവും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മഗ്ഫിറത്തിൻ്റെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പ്, നിസ്കാരം, മറ്റു ഇബാദത്തുകൾ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. മഗ്ഫിറത്തിൻ്റെ 10 സാധാരണഗതിയിൽ ആദ്യകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5-8 കൊല്ലം മുമ്പൊക്കെ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു. എന്ത്? റമളാന് 3 10ആണ്. ആ 3 10 1 കുട്ടികൾക്കുള്ള 10, 2 യുവാക്കൾക്കുള്ള 10, 3 വയസ്സന്മാർക്കുള്ള 10. കാരണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഒന്നാമത്തെ 10 പള്ളി ഫുള്ളായിരിക്കും തറാവീഹ് നിസ്കാരത്തിന്. കുട്ടികളും യുവാക്കളും വയസ്സന്മാരും എല്ലാവരും ഉണ്ടാവും. രണ്ടാമത്തെ 10 കുട്ടികളാണ് പോകും, യുവാക്കളും കാരണവന്മാരും മാത്രമാവും. മൂന്നാമത്തെ 10 കുട്ടികളും യുവാക്കളും ഉണ്ടാവില്ല, കാരണവന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ, വയസ്സായ ആളുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു തമാശയിലൂടെ ഒരു പറച്ചിലുണ്ട്. പക്ഷെ തമാശ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നത്തെ കാലത്ത് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും മഗ്ഫിറത്തിൻ്റെ 10ലാണ് നമ്മളിത്. മഗ്ഫിറത്തിൻ്റെ 10 അല്ലാഹു തആലയോട് ഏറ്റവും കൂടുതൽ മഗ്ഫിറത്ത്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇങ്ങനത്തതായ മഗ്ഫിറത്ത്, അതായത് പൊറുക്കലിനെ ചോദിക്കുക, പാപമോചനം തേടുക. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും അറബിയിലായാലും ഏത് ഭാഷയും അല്ലാഹു തആലക്ക് തിരിയും. അതുകൊണ്ട് ഏത് ഭാഷയിലും നമ്മൾ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കോ. അതുപോലെ തന്നെയാണ് ഏത് സന്ദർഭത്തിലും പാപമോചനം തേടിക്കോ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് സമയത്തും പാപമോചനം തേടിക്കോ. ഏത് സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപം പൊറുക്കുക എന്ന് പറയാൻ സാധ്യമല്ല. ഏതെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിലായിരിക്കാം പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്തും ചൊല്ലിക്കോ, പാപമോചനം ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ചൊല്ലിക്കോ. നോമ്പുകാരല്ലേ,
നോമ്പുകാരായ നമ്മൾ അല്ലാഹു തആല എന്തായാലും പുറത്തു തരും, ഒരു സംശയമില്ല. ചൊല്ലിക്കൂടെ. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, ആകാശം മുട്ടെ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. അല്ലാഹു ആക്രമിക്കുന്നവനല്ല. അല്ലാഹു തആലാക്ക് അതൊരു പ്രശ്നമല്ല. മാപ്പാക്കാൻ ഏറ്റവും ഉന്നതൻ അല്ലാഹു തന്നെയാണ്. മറ്റൊരാൾക്ക് മാപ്പാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മുസ്ലിമീങ്ങളെ, മുസ്ലിമാത്തുകളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്തിൽ പാപമോചനം തേടിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അത് തന്നെയാണ്. ഒരുപാട് ഇഷ്ടമുള്ള വിഭാഗമുണ്ട് അല്ലാഹു തആലാക്ക്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിലൊക്കെ ഓരോ വിഭാഗങ്ങളെയും ഓരോ വ്യക്തികളെയൊക്കെ അല്ലാഹു തആലാക്ക് ഇഷ്ടമുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളാണ്, എന്ത് ചെയ്താൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഇസ്തിഗ്ഫാറിന് അധികരിപ്പിക്കുന്ന ആളുകൾ അല്ലാഹു തആലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ പേരിൽ ഖേദിച്ചു, എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടി, ഈ വ്യക്തി അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ട അടിമയാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയാണ്. അതുപോലെ തന്നെ ഖേദം കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പോയി, ആ ചെയ്തതിനൊക്കെ പാപമോചനം തേടി അൽഹംദുലില്ലാ പറയുന്ന വ്യക്തിയെ അല്ലാഹു തആലാക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ, ഓരോ സമയങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അല്ലാഹു തആലാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. മഗ്ഫിറത്തിൻ്റെ പത്തല്ലേ, മഗ്ഫിറത്ത് ചോദിച്ചോ, പാപമോചനം തേടിക്കോ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, പാപികളായ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഗ്ഫിറത്തിൻ്റെ 10 ഉപയോഗപ്പെടുത്തിക്കോളി. മഗ്ഫിറത്തിൻ്റെ 10 കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കോളി. നമ്മൾ വെറുതെ നിൽക്കുന്നതായ സന്ദർഭത്തിലൊക്കെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ റബ്ബ് എനിക്ക് മാപ്പാക്കി തരും എന്നുള്ളതായൊരു പ്രതീക്ഷ വേണം. ഞാനിപ്പോൾ എന്താ, ഞാൻ അത്രയൊക്കെ തെറ്റ് ചെയ്തില്ലേ, ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ എന്നതുകൊണ്ട് അല്ലാഹു തആല പഞ്ഞിപ്പിൻ്റെ തെറ്റ് അത് പൊറുക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള ചിന്തയല്ല വേണ്ടത്. അല്ലാഹു തആലയെക്കുറിച്ച് നല്ലത് ചിന്തിച്ചോ, അല്ലാഹു തആലയിൽ നിന്ന് നല്ലത് പ്രതീക്ഷിച്ചോ, അല്ലാഹു തആല പുറത്തു തരും, മാപ്പാക്കി തരും എന്നുള്ളതായ പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ. 100 പേരെ കൊന്ന ഒരാൾക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ 100 പേരെ കൊന്നില്ലേ, 99 പേരെ കൊന്നു. 99 പേരെ കൊന്നതിന് ശേഷം അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയതായ പണ്ഡിതനെ കണ്ടു. പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് മാപ്പുണ്ടോ? പണ്ഡിതനോട് ചോദിക്കുന്ന സമയത്ത് പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, മാപ്പില്ല, അല്ലാഹു തആല എനിക്ക് മാപ്പ് തരൂല. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന വാള് ഊരിയെടുത്തും കൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. എന്നിട്ട് അതിനേക്കാൾ വലിയതായൊരു പണ്ഡിതൻ, വലിയ പണ്ഡിതൻ, ഉന്നതനായ പണ്ഡിതനെ പോയി കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ സംശയം, അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്, മാപ്പ് നൽകുന്നവനാണ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് നടന്നുപോയി. ചരിത്രം വളരെ വിശാലമാണ്. നന്മയുടെ ഭാഗം മുൻതൂക്കമായി കണ്ടപ്പോൾ എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തിന് മാപ്പാക്കി കൊടുത്തു. 100 പേരെ കൊന്ന ആളുകൾക്ക് തൗബ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പാക്കി തരട്ടെ, അല്ലാഹു മാപ്പാക്കി തരട്ടെ. അതുപോലെ തന്നെയാണ് അല്ലാഹു തആലാൻ്റെ മഗ്ഫിറത്ത് വിശാലമായി കിടക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് വളരെ തുച്ഛം, പക്ഷെ അല്ലാഹു തആലാൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ്. ആ വിശാലതയെ ചോദിച്ചോ, അല്ലാഹു തആല തീർച്ചയായിട്ടും മാപ്പാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.